സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം മന്ന മന്ന മന്ന
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എനിക്കിഷ്ടമുള്ള വളരെ മനോഹരമായ പ്രാർത്ഥനകളിൽ ഒന്നാണിത്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങളെല്ലാം അത് സ്വീകരിക്കാനുള്ള യോഗ്യത ലഭിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മേ എനിക്ക് വേണ്ടി മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കണമേ. ഈ ഗ്രന്ഥം മുഴുവൻ തിരുക്കുമാരൻ്റെ വാഗ്ദാനങ്ങളാണ്. ഓരോ ദൈവവചനവും ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ചില ഉദാഹരണങ്ങളിലൂടെ ദൈവവചനം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് എന്നും അത് എങ്ങനെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നു എന്നും നമുക്ക് ധ്യാനിക്കാം. സങ്കീർത്തനം 91 14 മുതലുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഇത് ദൈവവചനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. എങ്ങനെയാണ് ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായത് എന്ന് നമുക്ക് കാണാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 5ഉം 6ഉം വാക്യങ്ങളിൽ ഹെസക്കിയ രാജാവിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂദ രാജാക്കന്മാരിലാരും അവനെ പോലെ വിശ്വസ്തനായിരുന്നില്ല. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 91 നാം ഇപ്പോൾ കേട്ട ദൈവത്തോട് ഒട്ടിനിന്ന ഒരു വ്യക്തിക്ക് അവനൊരു പ്രയാസമുണ്ടായപ്പോൾ എങ്ങനെയാണ് ദൈവം അവനെ രക്ഷിച്ചത്, ദീർഘായുസ്സ് നൽകി എങ്ങനെയാണ് അവനെ അനുഗ്രഹിച്ചത് എന്ന് ഇനി നമുക്ക് കാണാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിൻ്റെ പുത്രൻ യേശയ്യാ പ്രവാചകൻ അടുത്തു ചെന്നു പറഞ്ഞു: കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക. എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു: കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. കൊട്ടാരത്തിൻ്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ യേശയ്യാക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസക്കിയായോട് അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു എന്ന് പറയുക: ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. ഞാൻ നിൻ്റെ ആയുസ്സ് 15 വർഷം കൂടെ നീട്ടിക്കൊടുക്കും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 91 നാം കണ്ടത് ഇത് തന്നെയാണ്. അവൻ ദൈവത്തോട് ഒട്ടി നിൽക്കുന്നതിനാൽ അവൻ അവനെ രക്ഷിച്ചു. അവിടത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് അവനെ സംരക്ഷിച്ചു. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളി. കർത്താവ് ഉത്തരം കൊടുത്തു. അവൻ്റെ കഷ്ടതയിൽ അവനോട് ചേർന്ന് നിന്നു.
അവനെ അവൻ്റെ ഭയത്തിൽ നിന്ന് മോചിപ്പിച്ചു, അവന് ദീർഘായുസ് നൽകി, അവനെ അനുഗ്രഹിച്ചു. മറ്റൊരു വചനത്തിലേക്ക് കടക്കാം. സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് യാതൊന്നിനും മുട്ടുണ്ടാവുകയില്ല. നമുക്കറിയാം, കാട്ടിലെ രാജാവാണ് സിംഹം. സിംഹക്കുട്ടി പട്ടിണി കിടക്കുക അത് അസാധ്യമാണ്. സിംഹക്കുട്ടികൾക്ക് ഭക്ഷണം കിട്ടാതെ വരുന്ന ഒരവസ്ഥ അത് ചിന്തിക്കാൻ സാധിക്കാത്തതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഉറപ്പായിട്ട് നമ്മോട് പറയുകയാണ്, ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ തന്നെ സിംഹക്കുട്ടികൾ വിശന്ന് വലഞ്ഞേക്കാം, എങ്കിലും എന്നെ അന്വേഷിക്കുന്നവർക്ക്, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് യാതൊന്നിനും ഒരു കുറവും ഉണ്ടാകുകയില്ല എന്നാണ് വചനം, എന്നാണ് വാഗ്ദാനം. ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് പോകാം. 14-ാമത്തെ അധ്യായത്തിൽ ദാനിയേലിനുണ്ടായ അനുഭവം നമുക്ക് വായിച്ചു കേൾക്കാം. അവർ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞു. 7 സിംഹങ്ങൾ ആ കുഴിയിൽ ഉണ്ടായിരുന്നു. ദിവസേന അവയ്ക്ക് 2 മനുഷ്യ ശരീരങ്ങളും 2 ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ദാനിയേലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തിരുന്നില്ല. ദാ നോക്കൂ, 7 സിംഹക്കുട്ടികൾ 6 ദിവസമായിട്ട് പട്ടിണി കിടക്കുകയാണ്. സിംഹക്കുട്ടികൾ വിശന്ന് വലയുന്ന ഒരവസ്ഥ. എല്ലാ ദിവസവും സുഭിക്ഷമായിട്ട് അവർക്ക് 2 മനുഷ്യ ശരീരങ്ങളും 2 ആടുകളും കിട്ടുമായിരുന്നു. എന്നാൽ ദാനിയേലിനെ വിഴുങ്ങേണ്ടതിനായിട്ട് ഒരു പീസ് പോലും ബാക്കി വയ്ക്കാതെ അതിനെ എല്ലാം കടിച്ചു കീറി ഭക്ഷിക്കേണ്ടതിനായിട്ട് ഇവരെ 6 ദിവസമായിട്ട് പട്ടിണിക്കിട്ടിരിക്കുകയാണ്. ഇതാ സിംഹക്കുട്ടികൾ പട്ടിണി കിടക്കുന്ന അവസ്ഥ. ദാനിയേലിൻ്റെ അവസ്ഥ നോക്കാം. അടുത്ത പാരഗ്രാഫ്. അക്കാലത്ത് ഹബാക്കൂക്ക് പ്രവാചകൻ യൂദയായിലുണ്ടായിരുന്നു. അവൻ കറിയും പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോകുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഹബാക്കൂക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബാക്കൂക്ക് പറഞ്ഞു, പ്രഭോ, ഞാൻ ഒരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. സിംഹക്കുഴിയെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിൽ എത്തിച്ചു. ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. പ്രിയപ്പെട്ടവരെ, നോക്കുക, ദൈവത്തിൻ്റെ വചനം പറയുന്നു, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നെ അന്വേഷിക്കുന്നവർക്ക് യാതൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന്. മറ്റൊരു സംഭവത്തിലേക്ക് നമുക്ക് പോകാം. ജെറമ്യായുടെ പ്രവചനം 33-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ടെലിഫോൺ നമ്പർ എന്നറിയപ്പെടുന്ന വാക്യം. നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ യേശു ജെറിക്കോയിലേക്ക് പോകുന്ന ആ വഴിയിൽ ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ബർത്തിമേയുസ് എന്ന ഒരു അന്ധയാചകൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ദൈവ വാഗ്ദാനം ഇതാണ്, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. ബർത്തിമേയുസ് വിളിച്ചു, കർത്താവ് ഉടനെ നിന്നു വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വചനത്തിലേക്ക് നമുക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം
19 വാക്യം. പത്രോസിനെയും കൂട്ടരെയും കണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അപ്പസ്തോല പ്രവർത്തനം 2 അധ്യായത്തിൽ പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേരാണ് മാനസാന്തരപ്പെട്ടത്. മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വാഗ്ദാനം ഇങ്ങനെയാണ് ഈ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിൻ്റെ ഓരോ വചനവും ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, ഉറപ്പാണ്. ദൈവത്തിൻ്റെ ജീവൻ അതിലുണ്ട്. അതിൽ വിശ്വസിക്കുന്ന നാം ആ ദൈവവചനത്തിൽ ശരണപ്പെട്ടുകൊണ്ട്, അതിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോൾ അത് ജീവനായിട്ട്, ഉറപ്പായിട്ട്, വാഗ്ദാനമായിട്ട് നമ്മുടെ തന്നെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നു. നാം തുടക്കത്തിലെ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഇത്രയും മനോഹരമായത് ഇതുകൊണ്ടാണ്. ഈ ഗ്രന്ഥം മുഴുവൻ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ഓരോന്നും ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ, ആ വാഗ്ദാനങ്ങളുടെ ജീവൻ നമ്മൾക്ക് അത് സ്വീകരിക്കുവാൻ യോഗ്യതയുള്ളവരായി തീരുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെ വചനം തരുന്ന ഉറപ്പിനായിട്ട്, വാഗ്ദാനത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഓരോ നിമിഷവും അവിടുത്തെ വചനം ഞങ്ങളെ നയിക്കട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ വചനത്തിൻ്റെ യോഗ്യത ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സക്രാരിയിൽ
കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന